സംസ്ഥാനത്തെ തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ സെറ്റ് സർട്ടിഫിക്കറ്റ്. തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് റെഡി. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളിൽ പഠിച്ചവർക്ക് LBS സെന്റർ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നു. LBSന്റെ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം സമ്മതിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ നമുക്കൊപ്പം ചേരുകയാണ്. പ്രജിത്ത്, സംസ്ഥാനത്തെ തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയൂ പ്രജിത്ത്. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കേൾക്കാൻ ഇടവരാത്തൊരു കാര്യമാണ് LBS നടത്തിവരുന്നത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് അധ്യാപക മേഖലയെ പൂർണ്ണമായും താറുമാറാക്കുന്ന നടപടിക്രമം തന്നെയാണ് പ്രത്യേകിച്ച് സെറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവുമായി LBS നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് UGCയുടെ അംഗീകാരമില്ലാത്ത സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോലും LBS സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർക്കും അധ്യാപകരായി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നുള്ളത് ഇപ്പോൾ ഈ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ആ സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ UGC അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇതേ സ്ഥാപനം സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അത്തരം വിദ്യാർത്ഥികളെ തടയാൻ ഇതൊരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് വലിയൊരു വിലയിരുത്തലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദമായ രീതിയിലേക്ക് ഇതിൻ്റെ ഒരു പരിശോധന പോവുകയാണെങ്കിൽ അണ്ണാമലൈ, ഭാരതിയാർ സർവകലാശാല, പെരിയാർ, കാമരാജ് സർവകലാശാല ഉൾപ്പെടെയുള്ള ഇതര സർവകലാശാലകളിൽ പഠിച്ചവർക്കെല്ലാം LBSൽ നിന്ന് സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. LBS സെൻറ്റർ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ആ തുല്യത മതി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ UGCയുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ LBS തുടങ്ങിയിട്ടുള്ള UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം എന്നിവയൊന്നും പരിശോധിക്കാൻ തങ്ങൾക്ക് സംവിധാനമില്ല എന്നുള്ളതാണ് LBSനൊരു ന്യായീകരണമായി പറയുന്നത്. അതായത് UGCയുടെ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തങ്ങൾ എല്ലാ സർവകലാശാലകളിൽ പഠിച്ചവർക്കും സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ളൊരു വിചിത്രവാദമാണ് ഇപ്പോൾ ഈ LBS സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ UGS അംഗീകാരമുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് LBSൽ നിന്ന് സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലും അവരെ തടയാൻ ഈ LBSൻ്റെ ഒരു അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിലെ പഠിച്ച കുട്ടികൾക്കും സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരമൊരു നീക്കം കാരണമാകുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കണം സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ UGC അംഗീകാരം പഠിച്ച അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പൊതു ഉത്തരവ് പുറത്തിറക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേറ്റവും ഒരു രസകരമായ കാര്യം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഈ സുപ്രീം കോടതിയിൽ കേസിൽ കിടക്കുന്ന ഭാരതീയ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം. ഭാരതിയാർ സർവകലാശാലയിലെ ഇപ്പോൾ അതിൻ്റെ അംഗീകാരം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. എന്നാൽ ആ സർവകലാശാലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ LBS സെൻറ്ററിൽ നിന്ന് സെറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അങ്ങനെ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലയ്ക്കും സമാനമായ രീതിയിൽ LBS സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്നാലും വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ചുള്ള പരാതി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ നൽകാൻ ഒരുങ്ങുകയുമാണ്. രാഖി. ശരി പ്രജിത്ത്.